ഈ വീട്ടിലേ കല്യാണം നടക്കാൻ പോവാ. ഒന്ന് മുട്ടി നോക്ക്, ചിലപ്പോ നിനക്കൊരു ഫോട്ടോഗ്രാഫിയുടെ വർക്ക് കിട്ടിയാലോ. സോഷ്യൽ മീഡിയയിലെ ഹൈപ്പ് കണ്ടപ്പോ ഞാൻ ചെയ്ത വലിയ കൊമ്പത്തെ ഫോട്ടോഗ്രാഫർ ആയിരിക്കും. എന്താടാ നീ ആരെ കുറിച്ചാ സംസാരിക്കുന്നത്? എന്റെ കല്യാണത്തിന് ഫോട്ടോ എടുക്കാൻ ബുക്ക് ചെയ്ത ഫോട്ടോഗ്രാഫർ ഇല്ലേ, അയാളാണ് നമ്മുടെ വീട്ടിൽ പുല്ല് വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അയാളോ? അതിനെന്താ ഡാഡി? അതിനെന്താന്നാ? നിനക്ക് ഗൾഫിൽ എന്താ പണി? I am doing mechanical engineering with some screws, car, bike, lot of things is there, daddy. ഇതിന് മലയാളത്തിൽ എന്താ പറയണേന്ന് അറിയോ? വർക്ക്ഷോപ്പ് പണിന്നാണ്. ഡാഡി എടാ നീ ഒന്ന് പോയേ. എന്തോരും ഒരുവിധം തീർത്ത്. ആദ്യത്തെ ദിവസം ആയതുകൊണ്ടേ ഭയങ്കര കിതപ്പ. നീ വീട്ടിലെ കല്യാണ വർക്കുകളിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാ അത് ഗോപി. ഇതിനെപ്പറ്റി അവരെന്താണ്ട് അവിടെ നിന്ന് പറയുന്നു. കാശ് മേടിച്ചിട്ട് ഒരാൾ ഈ പണി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? പണി തീർന്നു. എന്നാ ഏതായാലും പറഞ്ഞ പൈസ ഉണ്ട് കേട്ടോ. എന്തായി പണിയൊക്കെ കഴിഞ്ഞാ? ഈടോ താൻ ശരിക്കും ഫോട്ടോഗ്രാഫർ തന്നെയാണോ? നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണോ പണി? ഇത് ബ്രോ അല്ല പിന്നെ ഇതിനെന്താ വർക്ക് എന്നും ഉണ്ടാവില്ലല്ലോ, ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്യണാണേ. തനിക്കെന്നെ മനസ്സിലായ? സൂരജ് അല്ലേ? ഓ അപ്പൊ മനസ്സിലായി. അയ്യോ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഏട്ടാ കണ്ടിട്ട്, സോറി. ഇത് ബ്രോയുടെ വീടാണോ? ആണോ? ഞാൻ പാലാന്ന് പറഞ്ഞപ്പോഴേ അത്രയങ്ങ് വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞല്ലേ, ബാക്കി കാര്യങ്ങൾ ഞാൻ സംസാരിച്ചോളാം കേട്ടോ. നീ എങ്ങനെ എന്റെ ഫ്രണ്ട്സിനോട് പറയും? പോയി എടാ, നീ ഇവന്റെ വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് ബഡ്ജറ്റ് നോക്കിയല്ലേ വാക്ക് കൊടുത്ത്, അല്ലാതെ അത് തന്നെയാ. എന്നാ വേറെ ഒന്നും നോക്കാനില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എന്റെ കൂടെ പണിക്ക് വരണ്ടാന്ന്. ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഞാൻ ഈ ചങ്ങാതിനെ നേരിട്ട് കണ്ടിട്ടില്ല, ഇന്നാണ് നേരിട്ട് കാണുന്നത്. പക്ഷേ അടുത്ത സീസണിലേക്കുള്ള ആകെ ഒരു വർക്കായിരുന്നു ഇത്. ആ ബുക്കിങ് ക്യാൻസൽ ആയെന്ന് തോന്നുന്നത്. ഇനിയിപ്പോ എന്താണ് നോക്കിയിരിക്കണത്? ബാക്ക് ചെയ്തിട്ട് പോവാം. ആ മഴ പൊടിയാണ്, സങ്കടപ്പെടേണ്ട കാര്യം. ഈ പണിയെടുത്തെന്താ ആകാശം ഇടിഞ്ഞു വീഴും. അതേ പോവല്ലേ ചേട്ടാ, സീസൺ തുടങ്ങാൻ ഇനിയും 2 മാസമുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കണ്ടേ? പോരാത്തതിന് വർക്കിലെ കോമ്പറ്റീഷൻ കാരണം വർക്കും കുറവാണ്. അതാണ് ഞാൻ ചെക്കൻ പറഞ്ഞൊന്നും അത്ര കാര്യമാക്കണ്ട. അവൻ ഈ സിറ്റുവേഷനൊക്കെ മനസ്സിലാക്കാൻ ഇനി ഒരു 10 കൊല്ലവും കൂടെ വേണ്ടി വരും. ഇത് വെച്ചു, ഇത് മോൻ്റെ കല്യാണത്തിന് നേരത്തെ വരണമെന്ന് നിങ്ങളെ ക്ഷണിക്കേണ്ട കാര്യമില്ല. കാരണം നിങ്ങൾ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ആണ് ഒരു കല്യാണ വീട്ടിലെ ആദ്യത്തെ വിരുന്നുകാരൻ. ഇത് അവൻ്റെ താഴെയുള്ള മോളുടെ കല്യാണം. അത് ഇവൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു 15 ദിവസത്തിന് ശേഷമാണ്. അതിൻ്റെ ഫോട്ടോഗ്രാഫി വർക്കും കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കണം. ഭംഗിയാക്കി നടത്തി തന്നെ. അല്ല ഇത് ഒന്നും പറയണ്ട, സന്തോഷമായില്ലേ?